ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചൂസ് പിച്ചു ജേണി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ ശത്രുക്കളുടെ ആ ഒരു ബുദ്ധി അവർക്ക് തന്നെ വിനയായി മാറുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ചില വ്യക്തികൾ ഇങ്ങനെയാണ്, എന്താണോ ജീവിതത്തിൽ ചെയ്യേണ്ട എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത് അത് ചെയ്യാനായിരിക്കും കൂടുതലായിട്ട് ആഗ്രഹം. അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കായിരിക്കും അവരുടെ ബുദ്ധി അവരെ കൊണ്ടുപോകുന്നതും. അപ്പോൾ ഈ വ്യക്തിയും ഇങ്ങനെയാണ്, എന്താണോ ചെയ്യേണ്ടാത്തത് അത് ചെയ്യാൻ വേണ്ടി ഇവർ ഭയങ്കരമായിട്ട് ശ്രമിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവർക്ക് തോന്നുന്നത് ഇതിനെക്കാട്ടി നല്ല ഒരു കാര്യം വേറെ ഇല്ല എന്നാണ്. അതാണ് പറയുന്ന വിനാശകാലേ വിപരീത ബുദ്ധി എന്ന്. ഇവിടെ ഇവർ മനഃപൂർവ്വമായിട്ട് ഇവരുടെ ആ ഒരു കുഴി തോണ്ടുകയാണ്. ഇവർ എത്ര വിചാരിച്ചാലും ഇവർക്കിനി ആ ഒരു കുഴിയിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കത്തില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ചില കാര്യങ്ങളിൽ ഇവർക്ക് ഒരു പേടിയുമില്ല. ഇവർ ഭയങ്കര സാഹസികരാണ്, എനിക്ക് എന്തും ചെയ്യാൻ സാധിക്കും, എനിക്കത് ചെയ്യാൻ പേടിയില്ല, അങ്ങനെയൊക്കെ ചിന്തിച്ച് ഓരോന്ന് ചെയ്യാൻ പോവുകയാണ്. പക്ഷേ പിന്നെയാണ് ഇവർക്ക് മനസ്സിലാവുന്നത് ഇവർ ചെയ്യുന്നത് തെറ്റാണ് എന്ന്. ഇവിടെ ഇവരുടെ ആ ഒരു സ്ഥിതികൾ ഇവർ വിചാരിക്കും പോലെയല്ല. ഇവർ വിചാരിക്കുന്നത് ഇവരുടെ സ്ഥിതികളെല്ലാം ഇവർക്ക് ഫേവറായിട്ടാണ് ഉള്ളത് എന്നാണ്. പക്ഷേ മുന്നോട്ട് പോകുമ്പോൾ ഇവർക്ക് മനസ്സിലാകും ഇവരുടെ സ്ഥിതികൾ ഇവർക്ക് ഫേവറായിട്ടല്ല ഉള്ളത് എന്ന്. ഇവിടെ സമയം അനുസരിച്ച് ഇവർ എന്ത് ആക്ഷനാണോ എടുക്കുന്നത് ആ ഒരു ആക്ഷൻ ഇവർ എടുക്കുമ്പോൾ ഇവർക്ക് മനസ്സിലാവുന്നില്ല ഇവരുടെ ലൈഫ് തകർക്കാൻ ഇനി വേറൊരു ശത്രുവിൻ്റെ ആവശ്യമില്ല, ഇവർ മാത്രം മതി എന്ന്. ഇവരുടെ ബുദ്ധി ഇവർക്ക് തന്നെ ശത്രുവായിട്ട് മാറിയിരിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ വലിയ ഒരു ലോസ് ഇവർക്ക് ഉണ്ടാകുമെന്നാണ് ഇവിടെ നേരിട്ട് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഇവർക്ക് എന്നാലും കാണാൻ സാധിക്കുന്നില്ല. ഇവർ വിചാരിക്കുന്നത് എനിക്കൊരു ലോസും ഉണ്ടാവത്തില്ല, മറിച്ച് ലാഭമായിരിക്കും ഉണ്ടാവാൻ പോകുന്നത് എന്നാണ്. ഇവിടെ ഇവർ വിചാരിക്കുന്നത് ഇവരൊരു റിസ്ക് ടേക്കറാണ്, ഏത് മോശം സ്ഥിതി വന്നാലും എനിക്ക് അത് നേരെയാക്കാൻ സാധിക്കും എന്നുള്ള ആ ഒരു ഇതിലാണ് ഇവരുള്ളത്. പക്ഷേ ഇവർക്ക് നേരിട്ട് കാണുമ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് ഇവരുടെ സ്ഥിതികൾ കുറച്ച് മോശമാണ് എന്ന്. ഇപ്പോൾ റിസ്ക് എടുക്കുന്നത് നല്ലതല്ല എന്നും ഇവർക്കറിയാം. പക്ഷേ എന്നിട്ടും ഇവർ സാഹസികമായിട്ടിരുന്ന് റിസ്ക് എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഒരു വ്യക്തിയുടെ ആ ഒരു വഴി എന്ന് പറയുന്നത് കുറച്ച് കഠിനമായിരിക്കും. എന്നിട്ടും ആ വ്യക്തി ആ ഒരു കഠിനമായിട്ടുള്ള വഴിയിൽ കൂടെ പോകും. കാരണം എന്തെന്താ, വഴിയിൽ എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ഒരു മിറാക്കിൾ സംഭവിച്ചാലോ എന്ന് വിചാരിച്ച്. പക്ഷേ ഇവരുടെ ലൈഫിൽ അങ്ങനൊരു മിറാക്കിൾ സംഭവിക്കത്തില്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഓരോ ആൾക്കാരുടെയും സ്ഥിതികൾ രണ്ട് രീതിയിലാണ് ഉള്ളത്. ഒരു സ്ഥിതി നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് നേരെയാക്കാൻ സാധിക്കും. ഒരു സ്ഥിതി എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് നേരെയാക്കാൻ സാധിക്കത്തില്ല. അങ്ങനെ രണ്ട് സ്ഥിതികളാണ് ഉള്ളത്. ഇവരുടെ ആ ഒരു സ്ഥിതി എന്ന് പറയുന്നത് ഇവർ എത്ര വിചാരിച്ചാലും അത് നേരെയാക്കാൻ സാധിക്കാത്ത ഒരു സ്ഥിതിയാണ്. പക്ഷേ ഇവർക്ക് തോന്നുന്നത് ഇവർക്ക് നേരെയാക്കാൻ സാധിക്കുമെന്ന്. ഇവിടെ ഇവർ സ്വയം ഇവരെ ഈശ്വരനായിട്ട് കാണുകയാണ്. എനിക്ക് എല്ലാ സ്ഥിതിയും ഫേസ് ചെയ്ത് നേരെയാക്കാൻ സാധിക്കുമെന്ന്. പക്ഷേ ഇവർക്കത് മനസ്സിലാകുന്നില്ല ഇവരുടെ സ്ഥിതികൾ നേരെയാക്കാൻ ഈശ്വരനല്ലാതെ വേറെ ആർക്കും സാധിക്കത്തില്ല എന്ന്. ഇപ്പോൾ ഇവരുടെ ആ ഒരു വായിൽ എപ്പോഴും ഇങ്ങനെയുള്ള ഒരു ശബ്ദം വരുന്നുണ്ട്, ഇത് എൻ്റേതാണ്, ഇത് ഞാൻ ചെയ്യും, ഇത് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്, എന്നെക്കൊണ്ട് ചെയ്യാൻ സാധിക്കും എന്നൊക്കെയുള്ള അഹങ്കാരത്തിലുള്ള ഒരു ശബ്ദം ഇപ്പോൾ ഈ ഇടയ്ക്കായിട്ട് ഇവരുടെ വായിൽ നിന്ന് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് ഷോ ഓഫ് ചെയ്യത്തില്ല മറ്റുള്ളവരുടെ മുന്നിൽ, അതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവരുടെ ആ ഒരു സാഹസികത എല്ലാവരെയും മുമ്പിൽ കാണിക്കുക, എനിക്ക് ഇത്രയ്ക്ക് ശക്തിയുണ്ട്, എനിക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല, അങ്ങനെയൊക്കെ. ഇവിടെ ഇവരുടെ ലൈഫിൽ ഇവർക്ക് ഒന്നിനെയും പേടിയില്ല എന്നുള്ള രീതിയിലാണ് ഇവർ ഇപ്പോൾ ഉള്ളത്. ഇവിടെ ഇവരുടെ ബുദ്ധി ഇവരെ ഭ്രമിപ്പിക്കുന്നുണ്ട്. അതായത് ഏത് വഴിയിൽ കൂടെയാണ് ഇവർ പോവേണ്ടാത്തത് ആ വഴിയിൽ കൂടി ഇവരുടെ ബുദ്ധി ഇവരെ കൊണ്ടുപോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ആ ഒരു സ്ഥലത്ത് ഇവരുടെ ട്രാൻസ്ഫർമേഷൻ വളരെ മോശമായിട്ടുള്ള രീതിയിൽ ഉണ്ടാകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇവർ എന്ത് കർമ്മമാണോ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ചെയ്തത് അതിൻ്റെ ആ ഒരു ബലം ഇവർക്ക് ഇനി ലഭിക്കാൻ പോകുകയാണ് ഇവർ ഈ വഴിയിൽ കൂടെ പോകുമ്പോൾ. ഇവിടെ ഈശ്വരൻ ഇവരെ ഇങ്ങനെയുള്ള ഒരു കുഴിയിൽ പെടുത്താൻ പോവുകയാണ്. അവിടെ സ്വയം ഇവരുടെ ജീവിതം മോശമാകുന്നതിൻ്റെ ഉത്തരവാദി ഇവർ തന്നെയായിരിക്കും. മറ്റൊരാളുടെ പേര് ഇവർക്ക് പറയാൻ സാധിക്കത്തില്ല. ഇവിടെ ഒരു വ്യക്തിക്ക് ഒരു അടി കിട്ടത്തില്ല, അതുവരെ ഇവരുടെ ആ ഒരു ബുദ്ധി പ്രവർത്തിക്കത്തില്ല. ഒരു വലിയൊരു അടി കിട്ടുമ്പോഴാണ് ഇവർക്ക് മനസ്സിലാകുന്നത്, ദൈവമേ ഞാൻ ചെയ്തതെല്ലാം എന്ത് മണ്ടത്തരമായി പോയി എന്ന്. അതേപോലെ ഒരു അടി ഇവർക്ക് ലഭിക്കാൻ പോവുകയാണ്. അപ്പോഴാണ് ഇവർക്ക് മനസ്സിലാകുന്നത് ഇവർ തന്നെയാണ് ഇവരുടെ ജീവിതം തുലച്ചത് എന്ന്.
ഇവരുടെ ഈ ഒരു പെരുമാറ്റം കാരണം വീട്ടിലുള്ള ലേഡീസിനോട് ഇവരുടെ ആ ഒരു സംസാരം വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് എന്നാണ് കാണാൻ സാധിക്കുന്നത്. കാരണം ഇവർ അവരോട് വളരെ മോശം രീതിയിൽ ഇവരുടെ ആ ഒരു ടെൻഷനും എല്ലാം കൊണ്ട് വീട്ടിലുള്ള ഇവരുടെ അമ്മയോടോ അല്ലെങ്കിൽ അനിയത്തിയോടോ ചേച്ചിയോടോ ആരോടോ ഇവർ മോശം രീതിയിലാണ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഭാര്യയോടോ. ഇവിടെ ഇവരുടെ വീട്ടുകാർ ശരിയായിട്ട് പറഞ്ഞിട്ട് പോലും ഇവർക്കൊന്നും മനസ്സിലാകുന്നില്ല. ചിലപ്പോൾ വീട്ടുകാർക്കറിയാം ഇവർ ചെയ്യുന്ന തെറ്റാണ് എന്ന്. അതുകൊണ്ട് തന്നെ വീട്ടുകാർ പറയുകയാണ്, നിങ്ങൾ പോകുന്ന വഴി തെറ്റാണ്, ശരിയായ വഴി കൂടെ പോവാൻ. പക്ഷേ എന്നിട്ടും ഇവർക്കത് മനസ്സിലാവുന്നില്ല. ഇവർ അപ്പോൾ അവരോട് ദേഷ്യപ്പെടുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ കൊച്ചുകുട്ടികൾ അമ്മയോട് തീയിൽ തൊടരുത്, കൈ പൊള്ളും എന്ന് അമ്മമാർ പറയത്തില്ലേ? അപ്പോൾ അവരെന്താ ചെയ്യും? തീ തൊടത്തില്ല. ഇവിടെ ഇവരുടെ ആ ഒരു മോശം സാഹചര്യവും ഇവരുടെ ആ ഒരു മോശം വഴി ചൂസ് ചെയ്തെല്ലാം കണ്ടിട്ട് ഇവരുടെ വീട്ടുകാർ ആ വഴി പോകട്ടെന്ന് പറഞ്ഞിട്ട് ഇവർ അവരോട് ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ ഇവരുടെ ആ ഒരു മോശം ബുദ്ധി കൊണ്ട് തന്നെ ഇവരുടെ ലൈഫിൽ മോശം ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവാൻ പോവുകയാണ്. ഈ ഒരു സമയം ഇവർ മനസ്സിലാക്കുന്നില്ല. പക്ഷേ ഒരു സമയമാകുമ്പോൾ ഇവർ ഭയങ്കരമായിട്ട് വിചാരിക്കും, ഞാൻ എന്തിനാ ഇങ്ങനെ ചെയ്തത് എന്ന്. അപ്പോൾ ഇവർക്ക് ഒന്നും ചെയ്യാനും സാധിക്കത്തില്ല. ഇവരുടെ അഹങ്കാരവും ഇവരുടെ ആ ഒരു എന്താ പറയുക, ഞാനെന്ന ഭാവം, അതൊക്കെയാണ് ഇതെല്ലാം കാരണം. ഇവിടെ ഇവർ പല പ്രാവശ്യവും ലൈഫിൽ റിസ്ക് എടുത്തിട്ടുണ്ട്. ആ റിസ്ക് എടുത്തതിൻ്റെ ആ ഒരു ഇതിലാണ് ഇപ്പോഴും ഇവർ റിസ്ക് എടുക്കാൻ വേണ്ടി പോകുന്നത്. പക്ഷേ ഇവർ മനസ്സിലാക്കുന്നില്ല ഈ പ്രാവശ്യത്തെ റിസ്ക് എടുക്കുന്നത് ഇവർക്ക് തന്നെ മോശമാകുമെന്ന്. ഇപ്പോൾ ഇവർ ഭയങ്കരമായിട്ടൊരു ലോ എൻഡ് ആ ഒരു എനർജിയിലാണ് ഉള്ളത്. എനിക്ക് ഒന്നിനെയും പേടിയില്ല, ഞാൻ സാഹസികമായിട്ട് എല്ലാ റിസ്ക്കും എടുക്കും എന്നുള്ള ഫീലിലാണുള്ളത്. പക്ഷേ ദൈവം ഇവരുടെ ലൈഫിൽ ഒരു പേടി ഉൽപ്പാദിപ്പിക്കും. അതായത് എങ്ങനെയെന്ന് വെച്ചാൽ ഇവർ എടുക്കുന്ന ആ ഒരു റിസ്ക് എന്താണോ അത് മോശമാകുമ്പോൾ ഇവർക്ക് സ്വാഭാവികമായിട്ടും ഒരു പേടി വരും. ദൈവമേ, ഞാൻ ചെയ്തതെല്ലാം മോശമായിട്ട് പോവുകയാണല്ലോ, ഞാനിനി എന്ത് ചെയ്യുമ്പോഴൊക്കെ എങ്ങനെ ഞാൻ നേരെയാക്കും എന്നുള്ള ആ ഒരു സമയം വരുമ്പോൾ ഇവർക്ക് ഭയങ്കരമായിട്ട് ഒരു ഉൾഭയവും പേടിയും വരും. ഇവിടെ ഈ വ്യക്തി മനുഷ്യരെ പോലും പേടിപ്പിക്കുന്ന രീതിയിലുള്ള സ്വഭാവത്തിൻ്റെ ഉടമയാണ്. അതായത് കുടുംബത്തിലുള്ള ചില ആൾക്കാർക്ക് ഇവരെ പേടിയാണ്. ഇവർ ചിലപ്പോൾ ആ രീതിയിലായിരിക്കാം അവരോട് പെരുമാറുന്നത്. അതുകൊണ്ടായിരിക്കാം അവർക്ക് പേടി. ഇനി ഈ വ്യക്തി എപ്പോഴും ഒറ്റയ്ക്കിരിക്കാൻ ശ്രമിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. അതായത് കുടുംബത്തിന് പോലും സമയം കൊടുക്കാതെ എപ്പോഴും ഒറ്റയ്ക്കിരിക്കുന്ന സ്വഭാവം. ഇപ്പോൾ ഇവരുടെ എനർജി നോക്കുകയാണെങ്കിൽ ഇവരുടെ ലൈഫിൽ ഇപ്പോൾ ട്രാൻസ്ഫോർമേഷൻ നടക്കുകയാണ്. ഇവരുടെ ചക്രാസ് ഇംബാലൻസ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇവർക്ക് ബുദ്ധിയുടെ ആവശ്യമില്ല, അഹങ്കാരത്തിൻ്റെയും ബലത്തിൻ്റെയും ഒന്നും ആവശ്യമില്ല. കുറച്ച് സമയം ഇവരൊന്ന് സ്റ്റക്കായിട്ടിരുന്നാൽ മാത്രം മതി, ഇവരുടെ ലൈഫിലെ എല്ലാ പ്രശ്നങ്ങളും നേരെയാകുന്നതാണ്. പക്ഷേ ഇവർ സ്റ്റക്കായിട്ടിരിക്കാതെ വീണ്ടും വീണ്ടും റിസ്ക് ടേക്കറായി മാറുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഇവരുടെ ലൈഫിലെ എല്ലാ കാര്യങ്ങളും ഒന്നും കൂടെ വിശദമായിട്ട് ഒന്ന് പഠിച്ചതിന് ശേഷം എവിടെയാണ് ഇവർക്ക് തെറ്റ് പറ്റിയത് എന്ന് നോക്കേണ്ട സമയമാണ്. അതാണ് ഇവർ സ്റ്റക്കായിട്ടിരിക്കാൻ ഈശ്വരൻ പറയുന്നത്. പക്ഷേ ഇവർ അതിന് സമ്മതിക്കുന്നില്ല. ഇവർക്ക് ഇപ്പോൾ തന്നെ റിസ്ക് എടുത്ത് കാര്യങ്ങൾ നേരെയാക്കണം എന്നാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത്. നമ്മൾ ചില സമയം റീഡിങ്ങിൽ പറയത്തില്ലേ, ഇപ്പോൾ നിങ്ങൾ ട്രാവൽ ചെയ്യാൻ പാടില്ല, വളരെ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം ട്രാവൽ ചെയ്യണമെന്ന്. അതേപോലെയാണ് ഈശ്വരൻ ഇവർക്കൊരു വാണിംഗ് കൊടുത്തത്. നിങ്ങളിപ്പോൾ സ്റ്റക്കായിട്ടിരിക്കൂ, നിങ്ങളുടെ ലൈഫിൽ ആ ഒരു പ്രശ്നങ്ങൾ പതുക്കെ സോൾവ് ആവുന്നതാണ്. പക്ഷേ അവർ അത് മനസ്സിലാക്കുന്നില്ല. ഇപ്പോൾ ഇവർക്ക് ഭയങ്കരമായിട്ടൊരു റിയാക്ഷൻ കുള്ളാട്ട് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യുന്നതായിട്ടുള്ള ഒരു സ്വഭാവമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ചില കാര്യങ്ങൾ ചില ആൾക്കാർക്ക് ഒട്ടും തന്നെ ഉചിതമല്ല. പക്ഷേ ഇവർ ആ ഒരു കാര്യവുമായിട്ടാണ് എല്ലായിടത്തും കറങ്ങുന്നത്. അതായത് ആംഗ്രി ബേർഡായിട്ട്, അഹങ്കാരിയായിട്ട്, ഞാനെന്ന ഭാവത്തോടു കൂടിയാണ് ഇവർ എല്ലാവരോടും സംസാരിക്കുന്നതും പെരുമാറുന്നതും. ചില വ്യക്തികൾ മറ്റുള്ളവരുടെ ലൈഫിൽ കയറി പലതിനും ചെയ്യുമ്പോൾ അവർ അപ്പോൾ വിചാരിക്കും എന്നെപ്പോലെ ബുദ്ധിമാൻ വേറെ ആരും ഇല്ല എന്നാണ്. പക്ഷേ അവരുടെ ലൈഫിൽ ഒരു മോശം വരുമ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത്, ദൈവമേ, ഇതെന്താ ഇങ്ങനെ സംഭവിക്കുന്നത്, ഞാൻ അന്ന് അവരോട് ചെയ്തതിൻ്റെ ഇതായിട്ടാണോ ഇന്ന് എനിക്ക് ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത് എന്ന് അപ്പോഴാണ് ചിന്തിക്കുന്നത്. ഇവിടെ നിങ്ങളോട് ഈശ്വരൻ പറയുന്നത്, ഇവരെന്തൊക്കെ നിങ്ങളോട് ചെയ്തിട്ടുണ്ടോ അത് ലെറ്റ് ഗോ ചെയ്യാനാണ് പറയുന്നത്. ചില ആൾക്കാർക്ക് ഭയങ്കര ഒരു അഹങ്കാരമാണ്. ചിലപ്പോൾ അവർക്ക് ഒത്തിരി പണം ഉള്ളത് കൊണ്ടായിരിക്കാം, ആൾബലം ഉള്ളത് കൊണ്ടായിരിക്കാം, ആരെയും പേടിയില്ല എന്നതൊക്കെ കൊണ്ടായിരിക്കാം ഭയങ്കര അഹങ്കാരം.
അപ്പോൾ യൂണിവേഴ്സ് ഇതെല്ലാം കാണുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ആ ഒരു അഹങ്കാരം എന്തിലായിരിക്കുമോ കൂടുതലായിട്ടുള്ളത്, ആ വസ്തുവിനെ അല്ലെങ്കിൽ ആ വ്യക്തിയെ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനെ അതിനെ ഇല്ലാതാക്കും. അപ്പോഴായിരിക്കും ഇവർക്ക് ഭയങ്കരമായിട്ടൊരു അടി കിട്ടുന്നത്. അപ്പോൾ ഇവരുടെ അഹങ്കാരം എല്ലാം മാറുകയും ചെയ്യും. യൂണിവേഴ്സ് എന്ന് പറയുന്നത് അസംഭവ്യത്തിനെ പോലും സംഭവമാക്കുന്ന ആളാണ്. അപ്പോൾ യൂണിവേഴ്സിന് സംഭവമല്ലാത്തതായിട്ടോ ഈ ലോകത്ത് ഒന്നും തന്നെ ഇല്ല. ചില ആൾക്കാർക്ക് അവരുടെ ബുദ്ധിയിൽ മേലാണ് ഭയങ്കരമായിട്ട് അഹങ്കാരം. കാരണം അവരെ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കത്തില്ല, അത്രയ്ക്ക് ഷാർപ്പ് ബുദ്ധിയാണ് അവരുടേത് എന്നുള്ള രീതിയിൽ. പക്ഷേ ഈശോന് സംഭവമല്ലാത്തതായിട്ട് ഈ ലോകത്ത് ഒന്നും തന്നെ ഇല്ല. ഈശോൻ വിചാരിച്ചാൽ അവരുടെ ബുദ്ധിയെ തന്നെ മോശമാക്കാൻ സാധിക്കും. സമയത്തിൻ്റെ മുന്നിൽ നമ്മളെല്ലാവരും നമിക്കുന്നു. കാരണം സമയത്തിനെയും കാട്ടി ബലവാനായിട്ട് ഈ ലോകത്ത് വേറെ ഒന്നുമില്ല. സമയം മാറുന്ന അനുസരിച്ച് ഓരോ ആൾക്കാരുടെ ജീവിതവും മാറുന്നു. ഇവിടെ നിങ്ങളുടെ സമയം എത്ര തന്നെ മോശമായാലും എത്ര തന്നെ നല്ലതായാലും നിങ്ങൾ ഇത് മാത്രം ദൈവത്തിനോട് പറയുക: എൻ്റെ ബുദ്ധി അങ്ങയുടെ ചരണത്തിലാണ് യൂണിവേഴ്സ്. അങ്ങ് ആഗ്രഹിക്കും പോലെ അങ്ങ് എനിക്ക് ഒരു സാരഥിയായിട്ട് മുന്നോട്ട് നടത്തണം. എൻ്റെ ജീവിതത്തിൽ അങ്ങ് സാരഥിയായിട്ട് വേണം എനിക്കെപ്പോഴും. എൻ്റെ ആ ഒരു മനസ്സും ശരീരവും എല്ലാം എൻ്റെ ആ ഒരു ബുദ്ധിയും എല്ലാം അങ്ങയുടെ ചരണത്തിൽ ഞാൻ അർപ്പിച്ചൊക്കെയാണ് യൂണിവേഴ്സ് എന്ന് നിങ്ങളെപ്പോൾ പറയുക. ഞാനിങ്ങനെ പറയാൻ കാരണം നമ്മുടെ ബുദ്ധി ഒരിക്കലും മോശം വഴിയിൽ കൂടെ പോകാൻ പാടില്ല. നമ്മുടെ ലൈഫിൽ എത്ര തന്നെ സുഖവും സന്തോഷവും ഉണ്ടായാലും നമ്മളുടെ ബുദ്ധി എപ്പോഴും നല്ലതായിട്ട് പോകണം. അതിനു വേണ്ടിയാണ് ഞാൻ ഇത് പറഞ്ഞത്. നമ്മുടെ ബുദ്ധി നമ്മുടെ കൺട്രോളിൽ അല്ലാതെ വേറെ വഴി ആരുടെയെങ്കിലും കൺട്രോളിലാവുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധി നമ്മൾ പറയുന്നത് കേൾക്കാതെ വേറെ വഴിയിൽ കൂടെ സഞ്ചരിക്കുമ്പോഴാണ് നമ്മൾ മോശം വഴിയിൽ കൂടെ പോകുന്നത്. അപ്പോൾ അതിനു വേണ്ടിയാണ് ഞാൻ ഈ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞത്. ഒരിക്കലും നമ്മളുടെ ബുദ്ധി മോശം വഴിയിൽ കൂടെ പോകരുത്. യൂണിവേഴ്സ് നമ്മുടെ സാരഥിയായിട്ട് എപ്പോഴും നമ്മുടെ മുന്നിൽ വേണമെന്ന്. ഇവിടെ ഇവർ എന്തൊക്കെ ലൈഫിൽ എന്തൊക്കെ നല്ലത് ചെയ്താലും കഴിഞ്ഞ ജന്മത്തിലെയും ഈ ജന്മത്തിലെയും മോശം കർമ്മ ഇവർ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതെല്ലാം അനുഭവിച്ചിട്ടേ ഈ ഭൂമിയിൽ നിന്ന് ഇവർ പോവുകയുള്ളൂ. ഇവിടെ ഇപ്പോൾ ഇവർക്ക് തോന്നുന്നത് ഇവരുടെ ലൈഫിലൊരു ബ്രേക്ക് ത്രൂ വന്നതായിട്ടാണ്. അതായത് ലൈഫ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഉത്തമമായ സമയം ഇതാണ് എന്നാണ് ഇപ്പോൾ ഇവർക്ക് തോന്നുന്നത്. പക്ഷേ ഇവരുടെ ആ ഒരു വ്യാമോഹമാണ് ഇത്. ഇവിടെ ഈ ഒരു സമയം ഇവരുടെ ആ ഒരു ജീവിതത്തിൻ്റെ ആ ഒരു അവസ്ഥ വെച്ച് ഇപ്പോൾ ഇവരൊരു ജമ്പ് ചെയ്യാൻ പാടില്ല. പക്ഷേ ഇവർക്ക് തോന്നുന്നത് ഇവർ ഇപ്പോൾ ഒരു ജമ്പ് ചെയ്താൽ ഇവർക്ക് എല്ലാം നേരെയാക്കാൻ സാധിക്കുമെന്നാണ്. ഇവിടെ ഇവർക്ക് അറിയാം ഈ ഒരു ജമ്പ് ഇവർ ചെയ്താൽ ഇവരുടെ കൂടെ എന്തെങ്കിലും മോശം സംഭവിക്കുമെന്ന്. പക്ഷേ ഇതെല്ലാം മനസ്സിലാക്കി വച്ചിട്ടാണ് ഇവർ ഒരു ജമ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ജമ്പ് ചെയ്യണ്ട എന്ന് പറഞ്ഞ് ഇവരുടെ കുടുംബത്തിലുള്ളവർ, ഇവരുടെ ഫ്രണ്ട്സ് എല്ലാവരും തടസ്സപ്പെടുത്തും. പക്ഷേ എന്നിട്ടും ഇവർ ചെയ്യും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം ഇവരുടെ പാസ്റ്റ് ജന്മത്തിലെ ആ ഒരു കർമ്മ ഇപ്പോൾ വന്നൊക്കെയാണ് ഇവർക്ക് ശിക്ഷ കൊടുക്കാൻ വേണ്ടി. അതുകൊണ്ടാണ് ഇവർ ആ ഒരു ജമ്പ് ചെയ്യുന്നത്. കാരണം ഒരു സമയമാകുമ്പോൾ നമുക്ക് ചെയ്ത ആ ഒരു കർമ്മത്തിൻ്റെ ബലം അനുഭവിക്കേണ്ടതായിട്ടുണ്ട്. ആ സമയമാകുമ്പോൾ നമ്മൾ ഉറപ്പായിട്ടും അത് മോശം വഴി കൂടെ പോയി നമ്മളത് ആ ബലം അനുഭവിച്ചേ പറ്റത്തുള്ളൂ. ഇവിടെ ഇപ്പോൾ ഇവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചെറിയ ഒരു സ്ട്രെസ്സ് മാത്രമാണ്. പക്ഷേ ഇവർ അങ്ങോട്ട് പോകും തോറും വലിയ വലിയ സ്ട്രെസ്സിലേക്ക് ഇവർ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഇവരുടെ സ്ട്രെസ്സ് കൂടിക്കൊണ്ടിരിക്കും. ഇപ്പോഴും ഇവരുടെ ലൈഫിൽ ചില കാര്യങ്ങൾക്ക് വേണ്ടി സെലിബ്രേഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് നിങ്ങൾക്കൊരു ഡൗട്ട്, ഇതേമേ ഇവർ ഇത്രമാത്രം സെലിബ്രേഷൻ നടത്തുന്നുണ്ടല്ലോ ഇവരുടെ ലൈഫിൽ, പിന്നെ ഇവരുടെ ലൈഫിൽ ഇനി എന്താണ് വരാൻ, എല്ലാം നല്ലതായിട്ടല്ലേ ഇവർക്ക് സംഭവിക്കുന്നത്, അതുകൊണ്ടല്ലേ ഇവർ സെലിബ്രേഷൻ ചെയ്യുന്നത്, അങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് തോന്നുന്നത്. ഇവിടെ ഇവർക്ക് സ്ട്രെസ്സ് ഉണ്ട് എന്നാണ് കാണാൻ സാധിക്കുമെന്ന്. പക്ഷേ ആ ഒരു സ്ട്രെസ്സ് മറ്റുള്ളവരുടെ മുന്നിൽ ഇവർ കാണിക്കുന്നില്ല എന്നാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷേ എത്ര നാൾ ഇവർ കാണിക്കാതിരിക്കും? ഒരു നാൾ ഇവർക്ക് കാണിക്കേണ്ട അവസ്ഥ വരും. അപ്പോൾ ഇവരുടെ ആ ഒരു മൗന അവസ്ഥയായിരിക്കും കാണാൻ സാധിക്കുക നിങ്ങൾക്ക്. അപ്പോൾ ഇവരുടെ ലൈഫിലെ ശാന്തിയും സമാധാനവും തേടാൻ ശ്രമിക്കും. പക്ഷേ ഇവർക്ക് ഒരിക്കലും ഒരിടത്തുനിന്നും ശാന്തിയും സമാധാനം ലഭിക്കുകയുമില്ല. കാരണം സ്ട്രെസ്സ് കൊണ്ട് നിറഞ്ഞ ഒരു ലൈഫാണ് ഇപ്പോൾ ഇവർക്ക് കാണാൻ സാധിക്കുന്നത്.
ഇവരുടെ ഒരു സ്ട്രെസ്സ് കാരണം ഇവർക്ക് ആരുടെ മേലാണോ വിശ്വാസം വയ്ക്കാതെ ഇരിക്കേണ്ടത് ആ വ്യക്തിയുടെ മേൽ ഇവർ വിശ്വാസം വച്ചിട്ട് അങ്ങനെയും ഇവരുടെ ലൈഫിൽ മോശം സംഭവിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ചില വ്യക്തിയുടെ മേൽ നമുക്ക് വിശ്വാസം വയ്ക്കാൻ പാടില്ല എന്ന് നമ്മുടെ ആത്മാവ് നമ്മളോട് പറയും. പക്ഷേ നമ്മുടെ മോശം സാഹചര്യം കൊണ്ട് നമ്മൾക്ക് തോന്നും ഈ വ്യക്തി ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നല്ലത് ചെയ്താലോ, നല്ലത് സംഭവിച്ചാലോ ഈ വ്യക്തി കാരണം, അങ്ങനെ നമ്മൾ അവരിൽ വിശ്വസിക്കും. നമ്മുടെ ആ ഒരു സ്ട്രെസ് ഒന്ന് കുറയാൻ വേണ്ടിയായിരിക്കും നമ്മളത് വിശ്വസിച്ച് അവരോടെല്ലാം തുറന്ന് പറഞ്ഞ് അവരുടെ ഒരു സപ്പോർട്ട് ആഗ്രഹിക്കുന്നത്. പക്ഷെ അവർ നമ്മളെ ചതിക്കുകയായിരിക്കും ചെയ്യുന്നത്. ഇവരുടെ വീട്ടിൻ്റെ അടുത്ത് 50ക്കും 65ക്കും ഇടയിൽ ഉള്ള ഒരു ഓൾഡ് മാൻ ഉണ്ട്. ആ ഒരു ഓൾഡ് മാൻ ഇവരോട് പറയുന്നത് ഇവരുടെ നന്മയാണ് ഇവർ ആ വ്യക്തി ആഗ്രഹിക്കുന്നത് എന്നുള്ള രീതിയിലാണ് പല കാര്യങ്ങളും ഇവരോട് പറയുന്നത്. പക്ഷേ ആ വ്യക്തി ഇവരുടെ നന്മയല്ല ആഗ്രഹിക്കുന്നത്. പക്ഷേ ഈ ഓൾഡ് മാൻ ഇവരെ ഉപദേശിക്കുന്നുണ്ട്. ആ ഉപദേശം ഇവർ കേൾക്കുന്നുമുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു ഓൾഡ് മാൻ പർപ്പിൾ കളർ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള വ്യക്തിയാണ്. ഇവരുടെ ആ ഒരു താടി നല്ല വെളുത്ത താടിയാണ്. ഇവരുടെ ആ ഒരു തലയിലുള്ള മുടിയും വൈറ്റ് കളറാണ് എന്നാണ് കാണാൻ സാധിക്കുന്നത്. കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആളാണ്. ചിലപ്പോൾ 65ന് കൂടുതലായിരിക്കാം, 67ഓ 68ഓ ആയിരിക്കാം. ഇവർക്ക് ബ്ലാക്ക് ഓർ വൈറ്റ് അല്ലെങ്കിൽ പർപ്പിൾ കളർ നിറമുള്ള വസ്ത്രം ധരിക്കുക വളരെ ഇഷ്ടമായിരിക്കും. ഇല്ല എങ്കിൽ ഇവരുടെ ചുറ്റിലും ഈ കളർ കൂടുതലായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഈ വ്യക്തി നിങ്ങളുടെ ആ ഒരു ശത്രുവിൻ്റെ നന്മ മാത്രമാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ള രീതിയിലാണ് അവരോട് എപ്പോഴും സംസാരിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല, അവരുടെ ഒരു ശത്രുവാണ് ഈ വ്യക്തി എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ നിങ്ങളുടെ ശത്രു ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഏത് ശത്രുവിൻ്റെ ആ ഒരു വീടിനടുത്താണ് ഇങ്ങനെ ഉള്ള ഒരു വയസ്സായ ഒരാളുള്ളത്. ആ ഒരു വയസ്സായ ആൾ ഉപദേശിക്കുന്ന പോലെ ഈ ഒരു ശത്രു എപ്പോഴും കേൾക്കാറുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുമ്പോൾ തന്നെ അവരുടെ ആ ഒരു മുഖം നിങ്ങൾക്ക് തെളിഞ്ഞു വന്ന് കാണും. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു ശത്രു ആ വ്യക്തിയുടെ മേൽ, ആ ഒരു ഓൾഡ് മാൻ്റെ മേൽ അന്ധവിശ്വാസം ചെയ്യുകയും ലാസ്റ്റ് ഇവർക്ക് മോശം അനുഭവം ആ വ്യക്തി മുഖേന ഉണ്ടാകുകയും ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് വലിയൊരു കുരുക്കിൽ ഇവരെ ആക്കിയിട്ട് ഈ ഒരു ആൾ രക്ഷപ്പെടുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇങ്ങനെ ഒരു കുരുക്കിൽ പെട്ടതിന് ശേഷമായിരിക്കും ഇവർ ചിന്തിക്കുന്നത്, ദൈവമേ ഞാൻ എന്തിനാ ഈ വ്യക്തിയുടെ മേൽ അന്ധവിശ്വാസം വച്ചത് എന്ന് അപ്പോഴായിരിക്കും ചിന്തിക്കുന്നത് ഇവർ. ഇവിടെ ഈ ഒരു വ്യക്തിയുടെ മേൽ വിശ്വാസം വച്ചത് കൊണ്ട് തന്നെ ഇവരുടെ ലൈഫിൽ വളരെ വലിയൊരു ടവർ മൂമെൻ്റ് ആണ് ഉണ്ടാവാൻ പോകുന്നത്. എന്തോ ഒരു കാര്യത്തിൻ്റെ എൻഡിങ് ഇവരുടെ ലൈഫിൽ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് എന്തോ ഒരു കാര്യം ഡാമേജ് ആവും ഇവരുടെ ലൈഫിൽ. അതിനെ നേരെയാക്കാൻ പിന്നെ ഇവർക്ക് സാധിക്കത്തില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വ്യക്തിയുടെ കാലിൽ ഒരു മുറിവുണ്ട്. ആ മുറിവും വെച്ചുകൊണ്ട് അവർ ജമ്പ് ചെയ്യാൻ പോവുകയാണ്. പക്ഷേ അവർ വിചാരിക്കുന്നു അങ്ങനെ ജമ്പ് ചെയ്യുമ്പോൾ അവർക്ക് ആ ഒരു പ്രശ്നങ്ങളെല്ലാം മറികടക്കാൻ സാധിക്കുമെന്ന്. പക്ഷേ അവർ വീണ്ടും വലിയൊരു പ്രശ്നത്തിലേക്കാണ് വീഴുന്നതെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. ഈ ഒരു സമയം ഈ വ്യക്തിക്ക് ആരുടെ മേലും ഒരു അന്ധവിശ്വാസവും ചെയ്യാൻ പാടില്ല. പക്ഷേ ഈ വ്യക്തി അന്ധവിശ്വാസം ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുക, ഫൊർഗീവ് ചെയ്യുക. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഈ വ്യക്തി എന്തൊക്കെയാണോ നിങ്ങളോട് ചെയ്തത് അത് ആലോചിച്ച് നിങ്ങൾ എപ്പോഴും വിഷമിക്കാറുണ്ട്. നിങ്ങൾ എപ്പോഴും ന്യായത്തിന് വേണ്ടി പ്രാർത്ഥനകളും ചെയ്തിട്ടുണ്ട്. രാത്രി ചില സമയം കിടന്നിട്ട് ഉറക്കം വരത്തില്ല. ഈ വ്യക്തി നിങ്ങളോട് ചെയ്ത കാര്യങ്ങൾ ആലോചിച്ച് നിങ്ങൾ കരയാറുണ്ട്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ചില കാര്യങ്ങൾ നടക്കുന്നത് വളരെ വലിയ ലെവലിലായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയാണ് കുറച്ച് സമയം നിങ്ങൾക്ക് ഈ കാര്യത്തിൽ ദൈവം എടുക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴാണോ പ്രാർത്ഥനകൾ നിർത്തുന്നത് അപ്പോഴായിരിക്കും നിങ്ങളുടെ ലൈഫിൽ ജസ്റ്റിസ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ പ്രാർത്ഥനകൾ ചെയ്യേണ്ട. ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിൽ വലിയ ഒരു ജസ്റ്റിസ് ഈ ഒരു കാര്യത്തിൽ ഉണ്ടാവുക തന്നെ ചെയ്യും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവരുമായിട്ടുള്ള ആ ഒരു പ്രശ്നങ്ങൾ എന്തൊക്കെയാണോ അതിനെ ലെറ്റ് ഗോ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ സന്തോഷം എന്താണോ അതിൽ കൂടുതലായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അത് നിങ്ങൾ ചെയ്യുക. നിങ്ങൾ വളരെ പവിത്രമായിട്ടുള്ള സോളാണ്. നിങ്ങൾ എങ്ങനെയെന്ന് വെച്ചാൽ മറ്റുള്ളവരോട് തെറ്റ് ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് ഒട്ടും തന്നെ ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അത്രയ്ക്ക് പവിത്രമായിട്ടുള്ള ഒരു സോളാണ് നിങ്ങൾ. ഇവിടെ ദേഷ്യത്തിൽ നിങ്ങൾ എന്തും എല്ലാവരോടും പറയും. പക്ഷേ നിങ്ങൾ വളരെ പവിത്രമായിട്ടുള്ള പുണ്യ ആത്മാവാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്.
ചില ആൾക്കാർ ഇങ്ങനെയാണ്, ശുദ്ധമായിട്ടുള്ള മനസ്സിൻ്റെ ഉടമയായിരിക്കും. ദേഷ്യം വരുമ്പോൾ വായി തോന്നിയതെല്ലാം വിളിച്ച് പറയും. പക്ഷേ അവർ വളരെ പുണ്യവും പവിത്രവുമായിട്ടുള്ള ശുദ്ധ ആത്മാക്കളാണ്. ഈ വ്യക്തി ഒത്തിരി നിങ്ങളുടെ ലൈഫിനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചു. ഈ വ്യക്തിയിൽ നിന്ന് ഒത്തിരി പാഠം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റി. കാരണം ഒത്തിരി പ്രാവശ്യം നിങ്ങളെ ഇവർ ചതിച്ചു. അപ്പോൾ ഇവരിൽ നിന്ന് പല പ്രാവശ്യവും നിങ്ങൾ പാഠം പഠിച്ചു. ഇവിടെ എന്തായാലും ഇവരുടെ ലൈഫിൽ ഇവർക്ക് ഒരു കാര്യത്തിൽ ഒരു അകൽച്ച ഉണ്ടാകും. ഇവർ ഒട്ടും ആഗ്രഹിക്കാത്ത ഒരു കാര്യത്തിൽ ഇവർക്ക് അകൽച്ച ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ചിലപ്പോൾ ഏതെങ്കിലും വ്യക്തിയുമായിട്ടുള്ള ഒരു ബന്ധത്തിലായിരിക്കും, ഇവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു വ്യക്തിയായിരിക്കാം അത്. ആ വ്യക്തിയും ഇവരുമായിട്ട് ഒരു അകൽച്ച ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇവർ എന്തുകൊണ്ടാണ് റിസ്ക് ടേക്കർ ആകുന്നത് എന്ന് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്, എന്തോ ഒരു കാര്യം ഇവരെ മോട്ടിവേറ്റ് ചെയ്യുകയാണ്. നീ ചെയ്യൂ, നീ അത് ചെയ്താൽ നിനക്കത് ലഭിക്കും എന്നുള്ള രീതിയിൽ എന്തോ ഒരു കാര്യം ഇവരെ മോട്ടിവേറ്റ് ചെയ്യുകയാണ്. അങ്ങനെയാണ് ഇവർ റിസ്ക് ടേക്കറായി മാറി ഇവരുടെ ലൈഫിലെ ശത്രു ഇവർ തന്നെയായി മാറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്ന റീഡിങ്ങിലൂടെ ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓ നമസ്തേ. താങ്ക് യു സോ മച്ച്.